ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 സ്റ്റാൻഡേർഡിൻ്റെ എക്കണോമിക്സ് സബ്ജക്റ്റിൻ്റെ ബാക്കി പോർഷൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു സിമ്പിൾ എക്കോണമി എന്താണെന്നും അതുപോലെ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ളൊരു ബേസിക് ഡിഫറൻസ് എന്താണെന്നും അതുപോലെ തന്നെ എന്തൊക്കെയാണ് സിമ്പിൾ എക്കോണമിയിൽ എങ്ങനെയാണ് മണി ഗെയിൻ ചെയ്യുന്നതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് മൈക്രോ എക്കണോമിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കിടക്കുമ്പോൾ ആദ്യം നമുക്ക് ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. റിസോഴ്സസ് എന്താണെന്നും ഗുഡ്സ് എന്താണെന്നും അതുപോലെ സർവീസസ് എന്താണെന്നൊക്കെ നമ്മൾ നോക്കി. ഓക്കെ, ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആ സെൻട്രൽ പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തില്ലേ, ദാറ്റ് ഈസ് എ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസിൻ്റെ ലഭ്യതക്കുറവ്. അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടാണ് അതിനെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സെൻട്രൽ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഏറ്റവും ഒരു സെൻട്രൽ പ്രോബ്ലം എന്ന് പറയുമ്പോൾ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് ആണല്ലോ. അപ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് ഫേം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലോട്ട് വരുന്ന 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അല്ല, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. ദെൻ സെക്കൻഡ് വൺ വരുന്നത് ഹൗ ടു പ്രൊഡ്യൂസ് ദിസ് ഗുഡ്സ്. ആൻഡ് തേർഡ് വൺ വരുന്നത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. എന്ത് ടൈപ്പ് ഓഫ് ഗുഡ്സാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അത് എത്ര ക്വാണ്ടിറ്റിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നാണ്. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം നമ്മൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു എക്കോണമിയിൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ നമ്മുടെ ആളുകൾ ബേസിക്കായിട്ടുള്ള നമ്മുടെ നീഡ്സാണ് ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോത്തിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ഫുഡാണ് സൊസൈറ്റിക്ക് ആവശ്യം, ഏത് ടൈപ്പ് ഓഫ് ഫുഡ് ഐറ്റംസ് ആണ് സൊസൈറ്റിക്ക് ആവശ്യം, അതുപോലെ എത്ര ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് ക്ലോത്ത്സ് നിർമ്മിക്കണം, അതുപോലെ എത്ര ഹൗസസ് നിർമ്മിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് സൊസൈറ്റിയുടെ ആ ഒരു പോപ്പുലേഷനാണ്. എത്ര ആളുകൾ ജീവിക്കുന്നു, അവരുടെ ആവശ്യം എത്രത്തോളമാണ്, അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് അവർ പ്രൊഡക്ഷൻ തുടങ്ങുന്നത്. അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് ഫേം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു സർവീസിങ് സെൻറ്റർ ആരംഭിക്കുമ്പോൾ ആളുകളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, അത് എത്ര ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതാണ് ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പിന്നെ ആ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് എന്ന് പറഞ്ഞല്ലോ, നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് നമ്മൾ എങ്ങനെ എഫിഷ്യൻറ്റും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിലാണ് പ്രധാന കാര്യം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ള റിസോഴ്സസ് വെച്ചിട്ട് നമ്മൾ ഇനിയിപ്പോൾ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസിന് കൂടുതൽ യൂസ് ചെയ്യണോ, അല്ലെങ്കിൽ ഹെൽത്ത് സർവീസസിന് കൂടുതൽ യൂസ് ചെയ്യണോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് നന്നായി ഉപയോഗിക്കണോ, അല്ലെങ്കിൽ ആ ഉപയോഗിക്കാതെ നമ്മുടെ ഫ്യൂച്ചറിലോട്ട് വേണ്ടിയിട്ട് നമുക്കതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണോ എന്നൊക്കെയുള്ള എന്നൊക്കെയുള്ളൊരു ഡിസിഷനാണ് ആ ക്വസ്റ്റ്യനിൽ വരുന്നത്. ദാറ്റ് ഈസ് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. ഇനി രണ്ടാമത് വരുന്ന കാര്യം ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുമ്പോൾ ഈ ഗുഡ്സൊക്കെ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറയുന്നത് എന്താണ്. എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ടെക്നോളജിക്കൽ സെലക്ഷനാണ്. ഏത് ടൈപ്പ് ഓഫ് ടെക്നോളജിയാണ് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലേബർ ഇൻറ്റൻസീവ് ആണോ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണോ. ലേബർ ഇൻറ്റൻസീവ് എന്ന് പറയുമ്പോൾ വി യൂസ് മോർ ലേബർ, നമ്മൾ ഒരുപാട് തൊഴിലാളികളെ യൂസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ നടത്തുക, അല്ലെങ്കിൽ തൊഴിലാളികളെ യൂസ് ചെയ്തിട്ട് സർവീസസ് നടത്തുക, അതിനെയാണ് ലേബർ ഇൻറ്റൻസീവ് എന്ന് പറയുന്നത്. പക്ഷേ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറയുമ്പോൾ വി യൂസ് മോർ മെഷീൻ മെയ്ഡായിരിക്കും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെയാണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ടെക്നോളജിയാണ് ചൂസ് ചെയ്യേണ്ടതെന്നാണ് രണ്ടാമത്തേൽ പറയുന്നത്. ദാറ്റ് ഈസ് ടെക്നോളജിയുടെ സെലക്ഷനാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഉദ്ദേശിക്കുന്നത്, ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ളത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഏത് ടൈപ്പ് ഓഫ് കസ്റ്റമർക്കാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ആളുകൾക്കാണ് നമ്മൾ വേണ്ടിയിട്ടാണ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനിപ്പോൾ നമ്മുടെ മാർക്കറ്റിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളുകളുടെ താല്പര്യവും ഇഷ്ടവും പ്രകാരമായിരിക്കും നമ്മൾ എന്തായാലും ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് നമ്മൾ റെൻഡർ ചെയ്യുന്നത്. അപ്പോൾ ആളുകളുടെ താല്പര്യവും ഇഷ്ടവും അനുസരിച്ച് നമ്മൾ പ്രൊഡക്ഷൻ നടത്താനായിട്ട് ശ്രമിക്കും.
അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് കാറ്റഗറീസ് ഉണ്ടായിരിക്കും, ഓരോ കസ്റ്റമേഴ്സിന് ഓരോ കാറ്റഗറീസ് ഉണ്ടായിരിക്കും. ഈ ഇക്കണോമിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് പല ഏജ് ഗ്രൂപ്പ് ഉള്ളവരായിരിക്കും. അപ്പോൾ നമ്മൾ അതനുസരിച്ചായിരിക്കും പ്രൊഡക്ഷൻ നടത്തുന്നത് അല്ലെങ്കിൽ സർവീസസ് റെൻഡർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഇനി ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന സെൻട്രൽ പ്രോബ്ലംസ്. അതായത് ഏറ്റവും മേജറായിട്ടുള്ള ഒരു സെൻട്രൽ പ്രോബ്ലം എന്ന് പറയുന്നത് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് ആണ്. പിന്നെ ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, ദ റിസോഴ്സസ് ടു സാറ്റിസ്ഫൈ ദിസ് വാണ്ട്സ് ആർ ലിമിറ്റഡ്. അതായത് നമ്മുടെ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു തീരാത്ത ഒരു കടൽ പോലെയാണ്, അറ്റം കിടക്കുന്ന ഒരു കടൽ പോലെയാണ്, അറ്റമില്ലാത്തൊരു കടൽ പോലെയാണ്. പക്ഷേ അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെയധികം ലിമിറ്റഡ് ആണ്. അതാണ് ഏറ്റവും മേജറായിട്ടുള്ളൊരു സെൻട്രൽ പ്രോബ്ലം എന്ന് പറയുന്നത് ഇക്കോണമിയുടെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്തത് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി, ദെൻ ഹൗ ടു പ്രൊഡ്യൂസ്, പിന്നെ വരുന്നത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം. ഇതൊക്കെയാണ് സെൻട്രൽ പ്രോബ്ലംസിൽ വരുന്ന ആ ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. ഇനി അടുത്തത് വരുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിനെ കുറിച്ചാണ്. ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷനൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റിനെ കുറിച്ചാണ്. അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ പറയേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു കർവ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്രോണ്ടിയർ വരയ്ക്കുമ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ കർവ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കുറേ കോമ്പിനേഷൻസ് ആണ്. അതായത് നമ്മൾ ഡിഫറെൻറ്റ് ബേസിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അലോക്കേഷനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അലോക്കേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റിസോഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതായത് റിസോഴ്സസ് എന്താണ്, നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ലേബർ ആയിരിക്കാം അല്ലെങ്കിൽ ഗുഡ്സ് ആയിരിക്കാം, മറ്റൊരു ഗുഡ്സോ സർവീസസോ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഗുഡ്സിനെയാണ് അല്ലെങ്കിൽ സർവീസസിനെയാണ് റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിസോഴ്സസ് കറക്റ്റായിട്ട് അല്ലെങ്കിൽ എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ടും യൂട്ടിലൈസ് ചെയ്താൽ മാത്രമാണ് അതിൻ്റെ ബെനിഫിറ്റ് നമ്മുടെ സൊസൈറ്റിക്ക് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ എക്കോണമിക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം യൂസ് ചെയ്യേണ്ടത്, അതായത് സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സസ് എങ്ങനെ കറക്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്യണം, അതാണ് പ്രധാനമായും ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റിൽ ഉദ്ദേശിക്കുന്നത്. അതാണ് ഫ്രോണ്ടിയറിൽ നമ്മൾ വരുന്നത്, എല്ലാ പോസിബിൾ കോമ്പിനേഷൻസും. അപ്പോൾ എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം എന്ന് പറയുന്നതാണ് ഞാനിനി പറയാൻ പോകുന്നത്. ആദ്യം സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഞാനൊന്ന് സ്റ്റേറ്റ് ചെയ്യാം. അതെന്ന് പറയുന്നത് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു പർട്ടിക്കുലർ ഗുഡ് അല്ലെങ്കിൽ ഒരു 2 ടൈപ്പ് ഓഫ് ഗുഡ്സ് എടുക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ കോട്ടണും കോണും എടുക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ രണ്ടിലും നമ്മൾ കറക്റ്റായിട്ട് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യാം. കറക്റ്റായിട്ട് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ബേസിൽ നമ്മൾ അതിലേക്ക് അലോക്കേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു നോട്ടിലോ അല്ലെങ്കിൽ ഒരു പെന്ന് എടുത്തിട്ട് എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ കോട്ടണിൽ 10 യൂണിറ്റ്സ് മാത്രമാണ് നമുക്ക് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, 10 യൂണിറ്റ്സ് ആണ് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ കോട്ടണിലാണെങ്കിൽ കോണിലാണെങ്കിൽ 4 യൂണിറ്റ്സ് മാത്രമാണ് നമ്മൾ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ എങ്ങനെ കറക്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്യാം, നമുക്ക് ഡിഫറെൻറ്റ് ബേസിൽ അലോക്കേറ്റ് ചെയ്യാം. പക്ഷെ ഞാൻ എൻ്റെ രീതിയിലായിട്ട് ഞാൻ അലോക്കേറ്റ് ചെയ്ത് പറയുകയാണ്. കോണിൽ 0 ഇൻപുട്ട്, അതായത് 0 ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 0 ലെവൽ മാത്രമാണ് നമ്മൾ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ കോട്ടണിൽ അത് 10 യൂണിറ്റ് ആണ്. ഓക്കെ, ഇനി കോണിൽ വരുമ്പോൾ കോണിൽ നമ്മൾ 1 യൂണിറ്റ് ആണ് അലോക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ കോട്ടണിൽ നമ്മൾ 9 യൂണിറ്റോ 7 യൂണിറ്റോ ഒക്കെ അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് താഴ്ന്ന് വരും. ഒന്നിൽ അസെൻഡിങ് ഓർഡർ ആണെങ്കിൽ മറ്റൊന്നിൽ ഡിസെൻഡിങ് ഓർഡർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നത്. അതായത് രണ്ട് തരം ഇൻപുട്ട് അല്ലെങ്കിൽ 2 തരം ക്രോപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇൻപുട്ട് എടുത്തിട്ട് നമ്മൾ മാക്സിമം കോമ്പിനേഷൻസ് ഉണ്ടാക്കുക. അതിനെയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറയുന്നത്. മാക്സിമം കോമ്പിനേഷൻസ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നൊരു റിസൾട്ട് ഉണ്ടാവും. അതായത് അതിന് ശേഷം നമ്മൾ അതിനെ കറക്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്യാം.
രണ്ട് ടൈപ്പ് ഓഫ് ഇൻപുട്ടിലേക്ക് നമ്മൾ മാക്സിമം റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുക, അത് എഫക്റ്റീവായിട്ട് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. അതിനെയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മളൊരു കർവായിട്ട് വരയ്ക്കുന്നതിനെയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ വന്നു എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിൽ നമ്മൾ എങ്ങനെയായിരിക്കും മാർക്ക് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു പ്രോബ്ലം പറഞ്ഞല്ലോ, അപ്പോൾ അത് നമ്മൾ രണ്ട് സൈഡിലും ഇൻപുട്സ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, എക്സ് ആക്സിസിലൊരു കോട്ടൺ ആണെങ്കിൽ കോട്ടൺ എടുക്കുക, വൈ ആക്സിസിലാണെങ്കിൽ കോൺ എടുക്കുക. അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ മെഷർമെൻറ്റ് വെച്ചിട്ട് നമ്മളത് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യും. അപ്പോൾ നമുക്കൊരു കർവിക്കൽ ഷേപ്പിൽ വരും. അപ്പോൾ കർവിക്കൽ ഷേപ്പിൽ വരുമ്പോൾ ആ കർവ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്, കോട്ടൻ്റെയും കോണിൻ്റെയും, അതാണ് നമ്മൾ എക്സാമ്പിൾ എടുത്തത്. കോട്ടൻ്റെയും കോണിൻ്റെയും മാക്സിമം പോസിബിൾ കോമ്പിനേഷൻസ് നമുക്ക് ലഭിക്കും. അതായത് ഒരു നല്ലൊരു മിക്സാണ് ലഭിക്കുക. ഓക്കെ, ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് നമുക്ക് ലഭിക്കും. അപ്പോൾ അതിൻ്റെ മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്തു എന്നാണ് അർത്ഥം. അത്രയും വരെയാണ് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് ഉദ്ദേശിക്കുന്നത്. സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് ഇൻപുട്സ് കറക്റ്റായിട്ട് എന്താണ് മാക്സിമം അലോക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അതാണ് സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് മാക്സിമം ഡിഫറെൻറ്റ് ബേസിൽ നമുക്ക് അലോക്കേറ്റ് ചെയ്താലും അത് കറക്റ്റായിട്ട് വരുന്നു എന്നുള്ളതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറയുന്നത്. അത്തരം എന്താ പറയുക, നമ്മൾ കുറേ സെറ്റുകൾ ഉണ്ടാക്കുള്ളൂ, അതിനെയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറയുന്നത്. ഇതൊരു കർവിക്കൽ ഷേപ്പിൽ നമ്മളൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ അത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ ആയി മാറും. ഓക്കെ, അതാണ് അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിൻ്റെ താഴോട്ട് വരുന്ന ഭാഗമില്ലേ, ഈ കർവിൻ്റെ താഴോട്ട് വരുന്ന ഭാഗത്തെല്ലാം നമുക്ക് എന്താണ്, ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് ആണ്. ഈ ഇൻപുട്സിൻ്റെ രണ്ടെണ്ണത്തിനും എല്ലാ പോസിബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻസും ആണ് അവിടെ ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്ന് മെയിനായിട്ടും ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയായിരുന്നു, വാട്ട് ടു പ്രൊഡ്യൂസ്, സെൻട്രൽ പ്രോബ്ലംസിൽ ഒന്നായിട്ടുള്ള വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി, ദെൻ ഹൗ ടു പ്രൊഡ്യൂസ്, ദെൻ മൂന്നാമത് വരുന്നത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, പിന്നെ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് ആൻഡ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഇനി അടുത്തത് വരുന്നത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക് എന്താണെന്നും ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് എന്താണെന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഷോർട്ടായിട്ട് നമുക്ക് നോക്കാം. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കാം? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറയുമ്പോൾ തന്നെ വേർഡിലുണ്ട്, നമ്മൾ മോർ ക്യാപിറ്റൽ ആയിരിക്കും യൂസ് ചെയ്യുന്നത് അല്ലേ. അതായത് നമ്മൾ എന്തായിരിക്കും, മെഷീൻസോ ടൂൾസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കൂടുതൽ മെഷീൻ മെയ്ഡ് ആയിരിക്കും നമ്മുടെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മെഷീൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ കൂടുതലും യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് പ്രൊഡക്ഷൻ നടത്തുക അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറയുന്നത്. കൂടുതലും മെഷീൻസാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ലേബർ ഇൻറ്റൻസീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ അവിടെ തൊഴിലാളികൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. തൊഴിലാളികളെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്താണ് പ്രൊഡക്ഷൻ നടത്തുന്നത്. അവിടെ മെഷീനും അതുപോലെ ടൂൾസിനും ഒന്നും അത്ര പ്രാധാന്യം ഉണ്ടായിരിക്കില്ല. പക്ഷെ നമ്മളതിന് എന്തിനായിരിക്കും പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നത്? മെഷീനല്ല, ലേബേഴ്സിനായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. തൊഴിലാളികളെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കിനെയാണ് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് ഷോർട്ടായിട്ട് മാത്രമാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറും സെറ്റും ഒക്കെ ഡീറ്റെയിൽ ആയി പറയുമ്പോൾ അതിൽ ഈ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്സും ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്സിനെ കുറിച്ചൊക്കെ ഗ്രാഫൊക്കെ പ്ലോട്ട് ചെയ്തിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒരു തിയറി പോർഷൻ മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.